ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ എന്തായാലും നിങ്ങളൊരു എഗ്രിമെൻ്റ് വെക്കേണ്ടി വരും. ആ എഗ്രിമെൻ്റ് ശ്രദ്ധിച്ച് എഴുതിയില്ലെങ്കിൽ എന്തൊക്കെയാണ് നൂലാമാലകൾ? ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഒന്ന് വായിക്കാം. വസ്തു വാങ്ങുവാൻ അഡ്വാൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞു. തുടർന്ന് അതേ എഗ്രിമെൻറ്റിൽ ഒന്നാം പേപ്പറിൽ കൈപ്പടയിൽ ഒരു 11 മാസത്തെ കൂടെ കാലാവധി നീട്ടി അവർ എഴുതി തന്നിട്ടുണ്ട്. സാർ ചെയ്ത ഏതോ ഒരു എപ്പിസോഡിൽ ഇതിന് വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്നത് കേട്ടു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുവാൻ ആയിട്ട് ആദ്യത്തെ നമ്മുടെ നടപടിയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സെയിൽ എഗ്രിമെൻറ്റ് തയ്യാറാക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു 500 രൂപ പത്രം അല്ലെങ്കിൽ 1000 രൂപ പത്രം വാങ്ങിയിട്ട് ഒരു എഗ്രിമെൻ്റ് അങ്ങോട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അത് കമ്പ്യൂട്ടറിൽ ആണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനകത്ത് സുപ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് കമ്പ്യൂട്ടർ പ്രിൻ്റാണ്, വെട്ടിത്തിരുത്തില്ല. 6 മാസത്തേക്കോ 3 മാസത്തേക്കോ അല്ലെങ്കിൽ എത്ര XOR എത്ര കാലത്തേക്കാണോ ഈ എഗ്രിമെൻ്റ് എഴുതുന്നത് ആ കാലാവധി വരെ മാത്രമേ ആ എഗ്രിമെൻറ്റിന് വാലിഡിറ്റി ഉള്ളൂ. ആ എഗ്രിമെൻറ്റിൻ്റെ ആ ദിവസം കഴിയുന്ന ദിവസമോ അല്ലെങ്കിൽ അതിന് മുന്നെയോ ഒരാഴ്ചയ്ക്ക് മുമ്പോ നിങ്ങൾ അവരെ നോട്ടീസ് മുഖേന അറിയിക്കണം. ഇപ്പോൾ ഏതെങ്കിലും വള്ളികളുണ്ട് അവർക്കത് എഴുതി തരാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്ന കാര്യമാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പോൾ അവരെ വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കണം, മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ലീഗൽ നോട്ടീസ് അയക്കുകയോ വേണം. ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഈ ഭരണം എത്താൻ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലുണ്ടാവും. അവിടെ എത്തി ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എഴുതി തരേണ്ടതാണ്. അങ്ങനെ എഴുതി തരാത്ത പക്ഷം കോടതിയിൽ ഈ കാശ് കെട്ടിവെച്ച് ഞങ്ങൾ ഇത് സ്വന്താക്കാൻ പോകുന്നൊരു സാധനം കിടപ്പുണ്ട്. അത് ഏതെങ്കിലും നൂലാമാലകൾ വരുമ്പോഴാണ് പണം വാങ്ങിയിട്ട് അവർ പ്രോപ്പർട്ടി നമുക്ക് എഴുതി തരില്ല എന്ന കേസിലാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു എഗ്രിമെൻ്റ് എഴുതി വെച്ചു. എഗ്രിമെൻ്റ് എഴുതിയ ശേഷം അതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് അതേ എഗ്രിമെൻ്റ് വാങ്ങിയിട്ട് അതിൻ്റെ അടുത്ത പേപ്പറിൽ കൈപ്പടൽ എഴുതിയിരിക്കുകയാണ്, ഇത് 11 മാസത്തേക്കൂടെ ഞങ്ങൾ നീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു അദ്ദേഹം എനിക്ക് എൻ്റെ കോപ്പി അയച്ചിട്ടുണ്ട്, ഞാനത് കാണിക്കുന്നില്ല. അത് ഭയങ്കര കോമഡിയാണ്. ഏതാണ്ട് 6-7 ആൾക്കാർ ചേർന്നിട്ടാണ് ഈ എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ എഗ്രിമെൻറ്റ് നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയാത്ത ആകെ ഒരാൾ മാത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള 6-7 പേരുടെ ഒപ്പയില്ല. ഈ സാക്ഷികളെന്ന് പറഞ്ഞ് 2 പേരുടെ പേരിൽ ഇതേ ആളിൽപ്പെട്ട, അതായത് ഇതേ അവകാശങ്ങളിൽപ്പെട്ട ഒരാൾ സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നു. ഒരു കാരണവശാലും ഈ ഒരു എഗ്രിമെൻറ്റിന് വാലിഡിറ്റി ഉണ്ടാവില്ല. കാരണം ആ എഗ്രിമെൻറ്റിൽ നമ്മൾ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് കമ്പ്യൂട്ടർ പ്രിൻ്റാണ്, വെട്ടിത്തിരുത്തില്ല എന്ന് പറഞ്ഞ അതേ എഗ്രിമെൻറ്റിൽ കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇത് 11 മാസത്തേക്കൂടെ നീട്ടി വെച്ചിരിക്കുന്നു. അത് ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്ത ഒരു എഗ്രിമെൻ്റാണ്. എവിടെയാണ് ഓൾറെഡി കുറേ നല്ല പേയ്മെൻറ്റ് കൊടുത്താണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. അത്രയും കാശ് കൊടുത്ത് അഡ്വാൻസ് കൊടുത്തൊരു പ്രോപ്പർട്ടി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഇതേ എഗ്രിമെൻറ്റ് പിന്നീട് യാതൊരു രജിസ്ട്രേഷനും ഇല്ലാതെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് വാലിഡിറ്റി ഉണ്ടാകുക എന്ന് നിങ്ങൾ ചിന്തിക്കുക. എഗ്രിമെൻറ്റ് നമുക്ക് 2 രീതിയിൽ വാലിഡേഷൻ കിട്ടും. ഒന്ന്, ഈ എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഒരു വലിയ തുകയാണ് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ കൊടുക്കുകയാണ്, 5 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽ എഗ്രിമെൻറ്റ് രജിസ്റ്റർ ഓഫീസ് വഴി രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. ഇത്തിരി കാശ് ചിലവ് വരും, എങ്കിലും അതാണ് ഏറ്റവും നല്ല മാർഗം, അതിന് വാലിഡിറ്റി ഉണ്ട്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഒരു നോട്ടറൈസ് ചെയ്യണം. നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങൾക്ക് വസ്തു വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു നോട്ടറിയുടെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ സൈൻ ചെയ്യിക്കുന്നതെങ്കിൽ നോട്ടറിയുടെ ബുക്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ നോട്ടറിയും ഒരു സാക്ഷിയായിട്ട് മാറും. അല്ലാണ്ട് വെറുതെ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു 500 രൂപ പത്രത്തിൽ എഗ്രിമെൻ്റ് എഴുതിയത് കൊണ്ട് മാത്രം അതൊരു എഗ്രിമെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനും അപ്പുറമാണ് ഇപ്പോൾ ഇദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്ന മണ്ടത്തരം. അതായത് ഒരേ എഗ്രിമെൻറ്റിൽ തന്നെ പിന്നീട് എൻ്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത പേപ്പറിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരു വാലിഡ് എഗ്രിമെൻ്റ് ആകുന്നില്ല. എനിക്ക് ഈ മെസ്സേജ് അയച്ച് ചെറുപ്പക്കാരനുണ്ടെങ്കിൽ പറയാനുള്ളത്, അല്ല ആരോടായാലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാർട്ടിയോട് പറഞ്ഞു പുതിയ എഗ്രിമെൻ്റ് എഴുതി വാങ്ങുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ എനിക്ക് അയച്ചു തന്നിരിക്കുന്ന PDF കാണുന്ന ആ ഒരു എഗ്രിമെൻറ്റിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല എന്ന് ഓർക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഗ്രിമെൻ്റ് ഡേറ്റ് നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ ഡേറ്റ് കാലാവധിക്ക് മുമ്പ് തന്നെ നമ്മൾ അവരെ നോട്ടീസ് അറിയിച്ചിരിക്കണം. നമുക്ക് മനസ്സിലാവുകയാണ് ഈ കാലാവധിയിൽ തന്നെ ഇവർ കൃത്യമായിട്ട് നമുക്ക് രേഖകളൊന്നും തന്നിട്ടില്ല. ഈ എഗ്രിമെൻറ്റിന് ശേഷം നമുക്ക് ചില രേഖകൾ, ഇൻകം സർട്ടിഫിക്കറ്റ്, സോ ആൻഡ് സോ, അങ്ങനെ കുറേ രേഖകൾ ആവശ്യമുണ്ട്. പൊസഷൻ സർട്ടിഫിക്കറ്റ്, മറ്റേത് മറിച്ചത്, ഞാൻ അവിടെ പറയുന്നില്ല, വേറെ എപ്പിസോഡൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്തരം രേഖകളിലൊക്കെ ഏതെങ്കിലും ഡിഫക്ട്സുകളുണ്ട്, ഏതെങ്കിലും വള്ളികളുണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്ക് നമ്മൾ കൊടുത്ത കാശ് തിരികെ കിട്ടുകയും വേണം. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു ലീഗൽ നോട്ടീസ് അയാൾക്ക് അയക്കണം. നിങ്ങൾ നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം ഇത്ര ദിവസം തന്നെ ഞാൻ ഇത്ര ദിവസം ഇത്ര മണിക്ക് ഞാൻ രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞിരിക്കുന്ന രേഖകൾ പ്രകാരം അതിൻ്റെ എല്ലാ ഡിഫക്റ്റുകളും മാറ്റി നിങ്ങളിവിടെ എത്തി എനിക്ക് പ്രോപ്പർട്ടി എഴുതി തരണം. അങ്ങനെ നിങ്ങൾ എഴുതി തരാത്ത പക്ഷം നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതായിരിക്കും എന്ന് ഓർക്കണം.
അതേ ദിവസം ഇവർ എത്തിയില്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ നിങ്ങൾ എത്തുകയും വേണം. അവിടുത്തെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും ഒരു ഡീലിൽ നിങ്ങൾ സൈൻ ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ആ ദിവസത്തെ ഒരു എവിഡൻസ് കൂടെ കിട്ടുകയാണ്. നിങ്ങൾ ആ ദിവസം ആ പറഞ്ഞ സമയത്ത് രജിസ്ട്രാർ ഓഫീസിൽ ഉണ്ടായിരുന്നൊരു തെളിവ് കൂടെ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ വാലിഡിറ്റി ഇല്ലാത്ത ഒരു എഗ്രിമെൻറ്റുമായിട്ട് പിന്നീട് നിങ്ങൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോടതി അതിന് സാധുവായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിട്ട് കാണുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ എടുത്തു നോക്കുക. ഈ എഴുതി കൊടുത്ത ആൾക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇയാളാണ് വരാതിരുന്നത്, ഇയാൾ തന്നെ എഴുതി ചേർത്തയാണെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാര്യങ്ങൾ വെള്ളത്തിലായില്ലേ? അപ്പോൾ എഗ്രിമെൻ്റ് എപ്പോഴും എഗ്രിമെൻ്റ് ഫോർമാറ്റ് ആയിരിക്കണം, കൃത്യമായി രജിസ്ട്രേഷൻ ഉണ്ടാവണം, നോട്ടറൈസേഷൻ ഉണ്ടാവണം, അതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കുക. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power.